സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്ന കാരണം നിങ്ങളുടെ ചിരിയും ഒന്നും കാണാനായിട്ട് സാധ്യമല്ല. കണ്ണും നെറ്റിത്തടം മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഞാൻ മുൻപൊരു പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പം, ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് ധ്യാനിപ്പിച്ചപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സഹോദരന് സഹോദരിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഇങ്ങനെ പറയുക, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ചിരി. ആ ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ആരോടും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കാരണം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനൊരു ആഗ്രഹം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. മറ്റുള്ളവർ കരയുമ്പോഴല്ല നമുക്ക് സന്തോഷം ഉണ്ടാകേണ്ടത്, അവർ ചിരിക്കുമ്പം നമുക്ക് സന്തോഷം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാം. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വരുമാന മാർഗങ്ങളെ എങ്ങനെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ധ്യാനിക്കുക. ഇന്ന് അച്ഛൻ വിശുദ്ധ കുർബാന മധ്യേ ഇങ്ങനെ പ്രസംഗിച്ചു. അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു. വിശുദ്ധ കൊച്ചുത്രസ്യ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ചത് ഒറ്റ മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വചനം ജീവിതത്തിൽ അനുസരിക്കുക. ഹല്ലേലൂയ. അനുസരണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുക എന്നതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ കൊറോണ വരുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്കറിയാം, ലോകത്ത് എന്തോരം ധ്യാന കേന്ദ്രങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രം ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നൊവേന പള്ളികള്, കുരിശു പള്ളികള്, അതുപോലെ തന്നെ സമൃദ്ധമായി വചനം കേൾക്കാൻ, സുവിശേഷം കേൾക്കാൻ അവസരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ്. എന്നിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. അവരുടെ മുഖത്തൊന്നും വലിയ സന്തോഷമൊന്നും കാണാനില്ല. എപ്പോഴും പരാതിയും പരിവട്ടവും തന്നെ. തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്തോരമാണ് നമുക്കുള്ളത്. ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ മനുഷ്യർ തിങ്ങിക്കൂടുന്നതും കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പിന്നെ അനുഗ്രഹം പ്രാപിക്കാത്തത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് 6-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. സ്വരത്തിൽ പറ ഹല്ലേലൂയ. യേശു നമ്മളോട് ചോദിക്കുക, നിങ്ങൾ എന്നെ വിളിക്കുന്നു കർത്താവേ കർത്താവേ എന്ന്, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. വിശുദ്ധ കൊച്ചുത്രസ്യ നമുക്ക് തന്ന സന്ദേശം ഇതാണ്. കർത്താവ് എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ എപ്പോൾ തയ്യാറാകുന്നോ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം നമ്മുടെ കൂടെ കടന്നു വരും. അനുഗ്രഹം നമ്മുടെ കൂടെ കടന്നു വരും. ഞാൻ 33 വർഷമായി ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട്. വളരെ ചെറുപ്പത്തിലെ തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ പല സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോയി. അവിടെയൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ ദിവസത്തെ വചനപ്രഘോഷണമൊക്കെ കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോഴായിരിക്കും ആൾക്കാർ വരും, ബ്രദറെ ഒന്ന് കാണണം, സംസാരിക്കാനുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഭൂരിഭാഗം വരുന്നത് മക്കളുടെ പ്രശ്നത്തിനും ഭർത്താവിൻ്റെ പ്രശ്നത്തിനും വീട്ടിലെ പ്രശ്നങ്ങളും പറയാൻ വരുന്നത് സ്ത്രീകളാണ്. അപ്പൊ ഈ സ്ത്രീകൾ ഇത് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എൻ്റെ പൊന്നു പെങ്ങളെ, ഒരു ഉത്തമയായ സ്ത്രീ എങ്ങനെയായിരിക്കണം? അവൾ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പൊന്നുതമ്പുരാൻ പറഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീ അനുഗ്രഹിക്കപ്പെടേണ്ട എല്ലാ മാർഗവും കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷൻ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം? അവന്റെ ജീവിതം, അത് കുടുംബജീവിതമായിക്കൊള്ളട്ടെ, പൗരോഹിത്യ ജീവിതമായിക്കൊള്ളട്ടെ, സമർപ്പിത ജീവിതമായിക്കൊള്ളട്ടെ, എന്തു
അത് അനുഗ്രഹിക്കപ്പെടാൻ ഏത് മാർഗം വേണമെന്നുള്ളത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. സ്വരത്തിൽ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറ ഹല്ലേലൂയ. അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം. എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യം ഇതേ ഉള്ളൂ: എനിക്ക് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം. ഹല്ലേലൂയ. എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാം, അതിനുള്ള മാർഗം ഞാൻ ബൈബിളിൽ നിന്ന് കണ്ടെത്തി. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയപ്പോ ഈ 33 വർഷക്കാലം എൻ്റെ പൊന്നുതമ്പുരാൻ കൈവെള്ളയിൽ എന്നെ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. അതെല്ലാം ഞാൻ ഈ ദിവസങ്ങളിൽ, ഈ 4 ദിവസം കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരും. വേണമെങ്കിൽ നിങ്ങൾക്കും അനുഗ്രഹം പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണമെങ്കിൽ, അവനവന് വേണമെങ്കിൽ. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം വാക്യം 5 കർത്താവ് ഇങ്ങനെ പറയുക: അവർ ഭക്തിയുടെ ബാഹ്യ രൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നു. പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോക്കുണ്ട്, നൊവേനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, കൊന്തചൊല്ലലുണ്ട്. ഇതൊക്കെ നമ്മൾ ബാഹ്യമായി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുമ്പോൾ ആൾക്കാർ പറയും, നോക്കിയേ, അവൻ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്നുണ്ട്, അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവ്യബലിക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയിട്ടും, ഈ ജപമാല ചൊല്ലിയിട്ടും, ഈ നൊവേന പള്ളികളായ പള്ളികൾ മുഴുവൻ പോയിട്ടും, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മുഴുവൻ പോയിട്ടും എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല എങ്കിൽ, എൻ്റെ ജീവിത പങ്കാളിയോടുള്ള പെരുമാറ്റത്തിൽ, എൻ്റെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ, എൻ്റെ സഭയുടെ നേതൃത്വത്തോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരോടുള്ള പെരുമാറ്റത്തിൽ ഒരു ദൈവികത ഇല്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാ, അവൻ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തുന്നുണ്ട്, അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ അവൻ അതിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്തി നമുക്ക് ബാഹ്യമായിട്ട് വേണ്ട എന്ന് ഞാൻ പറയില്ല. ഭക്തി ബാഹ്യമായിട്ട് മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, അത് ആന്തരികമായിരിക്കണം. അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ കൊച്ചുത്രസ്യ. ഹല്ലേലൂയ. പരാതിയില്ലാത്ത കന്യാസ്ത്രീ, കോൺവെന്റിന്റെ ഉള്ളറയിൽ ജീവിച്ച കന്യാസ്ത്രീ, കൂടെയുള്ള മറ്റ് കന്യാസ്ത്രീകൾ വേസ്റ്റുകൾ പോലും, ചെറിയ കടലാസ് തുണ്ടുകളുമെല്ലാം മുറ്റത്തേക്ക് വലിച്ചെറിയുമ്പോഴും കൊച്ചുത്രസ്യക്ക് പരാതിയില്ല. അവള് പോയി അത് എടുത്തിട്ട് പറയും, എൻ്റെ ഈശോയെ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിതാ ഇതെടുത്ത് കളയുന്നു. എൻ്റെ അമ്മച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ പെങ്ങന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ നന്നായിട്ട് മിറ്റമെല്ലാം അടിച്ച് മനോഹരമാക്കിയിട്ടിരിക്കുക. ആ സമയത്താണ് ആ വീട്ടിലെ ചെറുക്കൻ അവിടെ ഇരുന്നിട്ട് ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു മിഠായി തിന്നിട്ട് ആ അടിച്ചു വാരിയിട്ടിരിക്കുന്ന മിറ്റത്തേക്ക് ആ കടലാസ് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? പ്രൈസ് ദി ലോർഡ് മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്താ രസം നോക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട്. മാസ്ക് വെച്ചാൽ ആ ചിരിക്കുന്ന മുഖഭാവം കാണുമ്പോൾ അറിയാം. അപ്പോഴാണ് നിങ്ങളുടെ ഭക്തിയുടെ രൂപം. എത്ര പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ അമ്മ കൈ വിരിച്ച് കൊന്തയൊന്നുന്ന കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയം പോലും നാണിച്ചു പോകും. ആ കൊന്ത അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അമ്മ അപ്പനുമായിട്ടൊക്കെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ വരെ നാണിച്ചു പോകും. എന്നിട്ട് ഈ അമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രദറെ, മിണ്ടി തീർന്നാ പറയും, പോയി പ്രാർത്ഥിക്കടാ. അപ്പൊ അവൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ അമ്മയെ പോലെ ആകാൻ വേണ്ടിയിട്ടാണോ ബ്രദറെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഭക്തിയാണ്. പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പം ഒരു ഇതുണ്ടല്ലോ മക്കളെ, ഒരു മുറയുണ്ട്. അത് നിങ്ങൾക്കറിയല്ലേ? ചില വീട്ടിൽ അങ്ങനെ എന്നിട്ട് നാട്ടിലുള്ള ബ്രദർമാരോട് അച്ഛന്മാരോട് മുഴുവൻ പറയും, ബ്രദറെ, കുടുംബത്തിൽ സമാധാനമില്ല, പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഭിക്ഷക്കാരൻ നടക്കുന്ന പോലെ വെല്ലോം തരണേ എന്ന് പറഞ്ഞല്ല നടക്കണ്ടേ. നീ ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിലെ സമാധാനം നശിപ്പിച്ചത് ഞാനാണെങ്കിൽ ഇനി മുതൽ ഒരു ഉത്തമയായ ഭാര്യയായി, മകളായി, ഒരു ഉത്തമനായ
നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകുന്നത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 വാക്യം 15 കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവരെ ഒന്ന് പതുക്കെ തൊട്ടിട്ടൊന്ന് പറഞ്ഞേരെ ഹല്ലേലൂയാ. കർത്താവ് നമ്മളോട് പറയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ രാവിലെ പള്ളി വരും എന്നല്ല പറഞ്ഞേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ മുട്ട നീന്തി നടക്കുമെന്നല്ല പറഞ്ഞേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാനൊരു സ്പോർട്സുകാരനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഞാൻ കുറച്ച് പുറകോട്ടാണ്. അറ്റൻഡൻസ് എടുത്തു കഴിയുമ്പോഴേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും, ഓടാനും ചാടാനും ഒക്കെ ആയിട്ടാണ് ഇറങ്ങും. അപ്പോ ഈ ചില സമയത്ത് ഡ്രിൽ മാഷ് പറയും, അടുത്ത പീരീഡ് എല്ലാവരും ക്ലാസ്സിൽ പോയിരുന്നോളാൻ. അപ്പോഴും ഞങ്ങൾ പറയും പെട്ടു. കാരണം നോട്ട് ബുക്കും കയ്യിലില്ല, ടെക്സ്റ്റ് ബുക്കും കയ്യിലില്ല. ആ സമയത്ത് കയറിയിരുന്നാൽ അടി ഉറപ്പാണ്. ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാറുണ്ട്, എന്നെ ഹിന്ദി പഠിപ്പിക്കുന്ന സാറ്. ഹിന്ദിയുടെ അക്ഷരം പോലും എനിക്കറിയത്തില്ല. എനിക്ക് വിറയ്ക്കും, എന്നെ മുട്ടുമുട്ടിരിക്കും. എന്നെ കണ്ട ഉടൻ തന്നെ സാറ് പറയും, ബിജി ഇന്നലെ പഠിപ്പിച്ച ഭാഗം വായിക്കുക. അപ്പം ഞാൻ അടുത്തിരിക്കുന്നിടത്ത് ഓടിയിട്ട് ഇന്നലെ പഠിപ്പിച്ച. കാരണം ആ സമയത്ത് ഞാൻ ഗ്രൗണ്ടിലായിരുന്നു. ഇത് എവിടെ പഠിപ്പിച്ചതെന്ന് അറിയില്ല. ഇന്ന് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാ. അതായത് നിങ്ങളുടെ കാരണന്മാരോടൊക്കെ ചോദിക്കണം. മിക്കപ്പോഴും ഞാൻ പഠിച്ച മിക്ക ക്ലാസ്സുകളിലും എന്നെ സാറന്മാർ ബഹുമാനം കൊണ്ട്, മോനെ നീ നിലത്തൊന്നും ഇരിക്കേണ്ടവനല്ലടാ, ബെഞ്ചേൽ നിൽക്കേണ്ടവനാണെന്നും പറഞ്ഞ് എന്നെ ബെഞ്ചേ കയറ്റി നിർത്തും. അടിന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടി കിട്ടിയിട്ടുണ്ട്. ഓരോ അടി കിട്ടുമ്പോഴും ഞാൻ ഉള്ളി പറയും, കർത്താവേ ഇയാൾ മുടിഞ്ഞു പോണം. കാരണം അടി എന്ന് പറഞ്ഞ അങ്ങനത്തെ അടിയാണ്. അടിയൊക്കെ കഴിഞ്ഞിട്ട് സാറ് പറയും, നാളെ നീ പഠിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഇതല്ല. പുള്ളി ഏതാണ്ട് സ്റ്റണ്ട് സിനിമയിലെ വില്ലൻ റോഡിൽ അങ്ങ് പോകും. എല്ലാവരും എന്നെ നോക്കിയിട്ട് ചിരിക്കും. ആ സമയം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊന്നും ഈ തല്ലിന്റെ ഗുണം എനിക്കറിയത്തില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷേ ഞാൻ നവീകരണ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ, പ്രാർത്ഥിക്കാൻ ഒരു ദിവസം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരുന്നപ്പോ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മക്ക് എനിക്ക് എന്നെ തല്ലിയ അധ്യാപകരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ യേശു എന്നോട് പറഞ്ഞു, മോനെ നിന്നെ തല്ലിയ എല്ലാ അധ്യാപകരോടും നീ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു ക്ഷമിക്കൂല, ചത്താലും ക്ഷമിക്കൂല. അയാളുടെ കൈ തളർന്നു പോകണം, അയാളെ മുടിഞ്ഞു പോകണം. ഇതാ ഞാൻ പറയുന്നത് മുഴുവൻ. യേശു എന്നോട് പറഞ്ഞു, മോനെ ആ അധ്യാപകൻ നിന്നെ തല്ലിയാലും തല്ലിയില്ലെങ്കിലും ആ അധ്യാപകന് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ശമ്പളത്തിന് ഒരു കുറവും ഉണ്ടാകത്തില്ല. ഗവൺമെന്റ് അധ്യാപകനോട് ചോദിക്കത്തില്ല, നീ ഈ മാസം എത്ര പിള്ളേരെ തല്ലിയടാ? നല്ല തല്ലുകാരൻ, അതുകൊണ്ട് നിന്റെ ശമ്പളം 75,000. താൻ തല്ലിയില്ലല്ലേ, തനിക്ക് ശമ്പളമില്ല എന്ന് പറയത്തില്ല. തല്ലിയാലും തല്ലിയില്ലേലും, ഞാൻ പഠിച്ചാലും പഠിച്ചില്ലേലും ആ അധ്യാപകനുള്ള ശമ്പളം കൃത്യമായി അയാൾക്ക് കിട്ടും. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, അദ്ദേഹം നിന്നെ തല്ലിയത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നീ അദ്ദേഹം പഠിപ്പിക്കുന്നത് നന്നായി പഠിച്ച് സ്കൂളിലെ ഒരു നല്ല വിദ്യാർത്ഥിയാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹം നിന്നെ തല്ലി. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ തല്ലിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. തല്ലിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അന്ന് മുതൽ ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ? എന്നെ കുറ്റപ്പെടുത്തുന്നവൻ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നു എന്ന കാര്യം എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് കൂടി ചായ ഇടുന്നത് എന്ന് കെട്ടിയവൻ നിങ്ങളോട് ചോദിക്കുമ്പം വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്നല്ല പറയണ്ടേ. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരൂടെ നല്ല ചായ ഇവൾക്ക് അറിയാം ഇടാൻ, അങ്ങനെ ഇട്ട് കിട്ടണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇങ്ങനെയാണോ മീൻകറി വെച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ, ഇതിനേക്കാളും നല്ലത് അറിയാവുന്നതിന് വേണമെങ്കിൽ നോക്കാൻ മേല.
ഇതൊക്കെ ഇവിടെ പറയുന്നതാണെന്നാ തോന്നുന്നത്. മക്കൾ വരെ ചിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പറയരുതേ. കാരണം നിങ്ങളിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഭാര്യ ചിലപ്പോൾ വൈകിട്ട് നിങ്ങളോട് ചോദിക്കുക, എന്താ മനുഷ്യൻ നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ലാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ചേട്ടന്മാര് ഈ ഫെവിക്കോളിന്റെ ട്യൂബ് പോലെയാ, ഇതിങ്ങനെ വീർത്തിരിക്കുകയുള്ളൂ. വളരെ പാടുപെട്ട് ഞെക്കിയാലേ ഒരിച്ചിരി ഇങ്ങോട്ട് ആ സ്നേഹം പോരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്നല്ല പ്രിയപ്പെട്ടവരെ പറയേണ്ടത്. മറിച്ച് ആ ചിന്തിക്കണം. അപ്പോൾ തന്നെ എന്നിൽ നിന്ന് കൂടുതൽ സ്നേഹം ഇവൾ ആഗ്രഹിക്കുന്നു. അവൾ ആഗ്രഹിക്കുന്ന സ്നേഹം കൊടുക്കാൻ ഭർത്താവ് തയ്യാറായാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ ഈ തിരുവചനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഈ തിരുവചനങ്ങൾ മുഴുവൻ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ വായിക്കുവാൻ, മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും സമ്പൂർണമായ ഒരു ജീവിതം ഞാനും നിങ്ങളും നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. യേശു പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കും. അപ്പം നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു. നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പം യേശു പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഒന്ന്. അപ്പൊ നമ്മൾ പിതാവായ ദൈവത്തെ യേശുവിനൂടെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഒരു സ്വർഗീയ സാന്നിധ്യം കൊണ്ട് നിറയും, വലിയൊരു അഭിഷേകം കൊണ്ട് നിറയും. അങ്ങനെ നിറയുന്ന വ്യക്തികൾ ഒന്നിച്ചു താമസിക്കുമ്പോൾ ആ കുടുംബം എത്ര സമാധാനപരമായിരിക്കും, സന്തോഷപ്രദമായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 വാക്യം 23, 24 തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനെ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ ഈ ഭക്തിയുടെ ബാഹ്യരൂപമൊക്കെ കാണിക്കും. പെരുന്നാൾ നടക്കുമ്പോൾ മുമ്പിൽ തന്നെ ഉണ്ടാവും അവന് ചെണ്ട കൊട്ടുന്നതിൻ്റെ മുമ്പിൽ കിടന്ന് തുള്ളാൻ, അല്ലെങ്കിൽ പലവിധ കാര്യങ്ങളിൽ അവൻ നിറഞ്ഞു നിൽക്കും. പക്ഷെ ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധമാണ്. കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് വേണ്ടത്. നമുക്കറിയാം, ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചതിൽ വാഹന അപകടം കൂടുന്നു, അശാസ്ത്രീയമായ രീതിയിൽ. അപ്പൊ ഇവൻ കണ്ടത് ഇങ്ങനെയാണ്, ഇവിടെ വലിയൊരു വളവുള്ളത് കൊണ്ടാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത്. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി നേരെ ഓടിച്ചു പോകുന്നവനെ അല്ല ഡ്രൈവർ എന്ന് പറയുന്നത്. റോഡിന്റെ ഘടന മനസ്സിലാക്കി വാഹനത്തെ നിയന്ത്രിക്കാൻ അവന് കഴിയണം. ഹല്ലേലൂയ. റോഡിന്റെ ഘടന മനസ്സിലാക്കണം, എന്നിട്ട് വേണം ആ വാഹനം ആ റോഡിലൂടെ കൊണ്ടുപോകാൻ. ഇതങ്ങനെയല്ല, നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ചില ആൾക്കാരെ വണ്ടി ഓടിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ഒറ്റ ഗിയറേ ഉള്ളൂന്ന് തോന്നുന്നു. എനിക്ക് പേടിയാണ് ഈ പെൺകുട്ടികൾ സ്കൂട്ടർ കൊണ്ട് വരുന്ന കാണുമ്പോൾ. വരുമ്പോൾ തന്നെ ഹെലികോപ്റ്ററിന്റെ വീല് നിൽക്കുന്നവരെ രണ്ട് കാല് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വിരിയും. എന്നിട്ടോ സൈഡിൽ കൂടെ പോയാൽ മതി. അപ്പോൾ അടുത്തെത്തിയിട്ട് നമ്മളെ നോക്കി ഒരു ചിരി കൂടെ ചിരിക്കുക. ആ ചിരിയിൽ ഒന്നില്ലെങ്കിൽ അവള് വീഴും, അല്ലെങ്കിൽ ഇടി ഉറപ്പാണ്. അങ്ങനെ ചിരിക്കാനൊന്നും പോകില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ച വഴിയുടെ ഘടന മനസ്സിലാക്കി ഓടിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അയൽവക്കക്കാരൻ ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കണം, അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കണം.
അങ്ങനെയൊന്നും ജീവിക്കണ്ട. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളുടെ വികാരി അച്ഛൻ പീറ്ററച്ചനുമായിട്ട് ഞാനൊരു വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇന്ത്യക്കാരനായി ജനിച്ചുവെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം, ഇന്ത്യ മൊത്തം കറങ്ങുക, എൻ്റെ ഒരു സ്വപ്നം. വണ്ടി എടുത്തു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങാൻ പോവാ. അച്ഛൻ ചോദിച്ചു, ആരുണ്ട് ഇതിൻ്റെ കൂടെ? ഞാൻ പറഞ്ഞു, ആരുമില്ല, ഞാൻ തന്നെ അങ്ങ് പോകും. എന്നാൽ ഞാനും ഉണ്ട്. അപ്പോൾ ഉണ്ട് വേറെ 2 കൂട്ടുകാരന്മാർ പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടെ അങ്ങനെ പോകണ്ട, ഞങ്ങളും ഉണ്ട്. 5 പേര് ഇന്ത്യ കാണാനാണ്. വണ്ടി ഓടിക്കും, രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും കയറി കിടക്കും, രാവിലെ എഴുന്നേൽക്കും, കുർബാന അർപ്പിക്കും, അത് കഴിഞ്ഞാൽ വണ്ടി എടുക്കും, ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ നിർത്തും. ഒരു വലിയ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ, ഈ നോർത്തിലേക്കൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ, ആസാം സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വളഞ്ഞു പൊളഞ്ഞുള്ള വഴി, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിവാരം കാണാൻ പറ്റാത്തത്ര വലിയ കൊക്ക. വണ്ടി കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഞാൻ നോക്കിയപ്പം ഈ പാലത്തെ കൂടെ വണ്ടിയൊന്നും പോവുകയില്ല. നമ്മുടെ വണ്ടി ഞാൻ സൈഡാക്കി. അച്ഛനോട് ഞാൻ പറഞ്ഞു, നമുക്കിനി തിരിച്ചു പോകാം. ഇതിലൂടെ എങ്ങനെയാ പോവാ? പലക കൊണ്ട് നിർമ്മിച്ച പാലം, നടുക്ക് വലിയ ഗ്യാപ്പ്, ടയറ് കടന്നു പോകാൻ വേണ്ടി മാത്രം 2 സൈഡിലും പലകയടിച്ചിട്ടുണ്ട്. ആ ടയറിന്റെ വീതിയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ട്രാക്ടർ വന്ന് അതിൻ്റെ മുകളിൽ കൂടെ അക്കരയ്ക്ക് പോകുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നിങ്ങളെല്ലാം ഇറങ്ങുക, കാരണം ഈ വാഹനം താഴോട്ട് പോയാൽ എൻ്റെ ശരീരം ഒന്ന് വീട്ടിൽ ആൾ വേണം, നമ്മൾ 5 പേരും പോയാൽ ഇത് പറ്റില്ല. അച്ഛൻ പറഞ്ഞടാ, ഞാൻ ആദ്യം അക്കരയ്ക്ക് പോവാ. അച്ഛൻ അക്കരയ്ക്ക് പോയി. ഞാൻ പതുക്കെ വണ്ടി എടുത്തു. വണ്ടിയിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു റൈറ്റ്. അപ്പുറം കണ്ട് അച്ഛൻ പറയാണ് നേരെ നേരെ. ഒരു വിധത്തിൽ ആ വണ്ടി ഞാൻ അപ്പുറം കിടത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ശ്വാസം നേരെ വിട്ടു. അങ്ങനെ അപകടം നിറഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ ഹൈവേയിലൂടെ പോകുന്ന പോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം റോഡിന്റെ അല്ല അശാസ്ത്രീയത, നമ്മുടെ ഡ്രൈവിങ്ങിന്റെയാണ്. നമ്മൾ പറയും, എനിക്ക് മാത്രം എന്താ ഈ ഗതി, അവർക്കൊന്നും ഈ ഗതിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞാൽ പോരാ. നിന്നെ ഈ ഗതിയിലാക്കിയത് നിന്റെ ഏത് മനോഭാവമാണ് എന്ന് നീ കണ്ടുപിടിക്കണം. ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്തുവിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നീ മനസ്സിലാക്കണം, നീ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്ത സമാധാനവും സന്തോഷവും അനുഗ്രഹവും നിന്റെ ജീവിതത്തിൽ ലഭിക്കാത്തത്. ഹല്ലേലൂയ. ശക്തിയോടെ പറയട്ടെ ഹല്ലേലൂയ. നമ്മളൊക്കെ പുൽക്കൂടുണ്ടാക്കി ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ ആയിട്ടും ക്രിസ്ത്യാനി ക്രിസ്തുമസ് ആഘോഷിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടുന്നെങ്കിലും പോയി കുറച്ച് ഉണ്ണീശോയെ മേടിക്കും, പിന്നെ എന്ത് ചെയ്യും, കുറെ നക്ഷത്രവും കുറച്ച് പടക്കവും കുറച്ച് അതും ഇതും എല്ലാം മേടിച്ച് അവിടെ ഇവിടെയൊക്കെ തൂക്കി വെച്ചിട്ട് നമ്മൾ പറയും ക്രിസ്മസ് വന്നു. അത് കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇതെല്ലാം ചുരുട്ടിക്കെട്ടി അങ്ങ് കയറ്റി വെച്ചു. ഇനി അടുത്ത ഡിസംബർ 25 എടുക്കുള്ളൂ. ഞാൻ നിങ്ങളോട് പറയും, പുൽക്കൂട്ടിലല്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തു ജനിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ന് ക്രിസ്തു ജനിക്കുന്നു, അപ്പോഴാണ് അവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ആയി മാറുന്നത്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ യേശു ജനിക്കണം. എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് യേശുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ ഞാനും എൻ്റെ പിതാവും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളിൽ വാസമർപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗീയ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകും. അപ്പൊ രോഗം വന്നാലും പ്രശ്നമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല.
ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വലിയ രോഗത്തിൽ കൂടി ഞാൻ കടന്നു പോകാനിടയായി. വലിയ രോഗം എന്ന് പറഞ്ഞാൽ നിസ്സാര രോഗമൊന്നുമല്ല. എൻ്റെ കരളിന് 3 ട്യൂമർ. അപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. വർഷങ്ങളായിട്ട് എനിക്ക് ഈ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുളിക മേടിച്ച് കഴിക്കും, എന്തെങ്കിലും തൈലമൊക്കെ ഇട്ട് തിരുമും, അപ്പം വേദന അങ്ങ് മാറും. പക്ഷേ ഇത് കൂടുതലായി കഴിഞ്ഞപ്പം ആയുർവേദ ഡോക്ടറിനോട് പറഞ്ഞു, ബ്രദറെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴേക്ക് ആ സ്കാൻ ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോവുക, അല്ലെങ്കിൽ രാജഗിരിയിൽ പോവുക, അല്ലെങ്കിൽ അപ്പോളോ ആശുപത്രിയിൽ പോവുക. ഞാൻ പറഞ്ഞു, ഡോക്ടറെ തീരുമാനമായ. അപ്പോൾ അയാൾ എന്നെ നോക്കി ചിരിച്ച് എന്നോട് പറഞ്ഞു, ബ്രദറെ തമാശ കളിക്കരുത്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. ഞാൻ ഈ റിപ്പോർട്ട് കൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനായ ഡോക്ടർക്ക് അത് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. പുള്ളി ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അപ്പോളെ പോകാൻ പറഞ്ഞു. അപ്പോളെ ചെന്ന് ഞാൻ. അപ്പോൾ അവിടുത്തെ റിസപ്ഷനിലിരിക്കുന്ന പെങ്കൊച്ചി ചോദിച്ചു, ഏത് ഡോക്ടറെ കാണണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തൊന്നുമില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞു അപ്പോളെ പോകാനാ പറഞ്ഞേ. എൻ്റെ പ്രശ്നം ഇതാണ്. ഞാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാണിച്ചു. ഉടൻ തന്നെ ആ പെങ്കൊച്ചെന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, 1 മിനിറ്റ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവൾ ആ റിസൾട്ടുമായിട്ട് ഓടി വേറൊരാളുടെ അടുത്ത് ചെന്നു. അയാൾ എന്നിട്ടത് അവിടെ ഇരുന്ന് ഫോൺ ചെയ്ത് ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ആ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു CT സ്കാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ചെയ്യാം. അങ്ങനെ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കൂടെ ആരാ വന്നിരിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ദൈവവും മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് ഈ രോഗത്തെക്കുറിച്ചൊന്ന് പറയാനാ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ചാകും എന്നാണ് പറയാനെങ്കിൽ അതിന് വേറൊരാളോട് പറയണ്ട, എന്നോട് പറഞ്ഞാൽ മതി. അത് വേറെ ഒരാളോട് പറയണ്ട. കാരണം 85 വയസ്സുള്ള ഒരമ്മ എൻ്റെ കൂടെയുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കൾ എൻ്റെ കൂടെയുണ്ട്. സ്വർഗതുല്യമായ ഒരു ജീവിതമാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ എൻ്റെ അമ്മയോ ഒന്ന് സങ്കടപ്പെടുന്നത് പോലും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഡോക്ടറോട് പറഞ്ഞു, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അവർ കരഞ്ഞാൽ ഞാൻ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഡോക്ടർ എന്നോട് പറ. ഡോക്ടർ എന്നോട് പറഞ്ഞു, ബ്രദർ നിങ്ങളുടെ ലിവറിൽ 3 ട്യൂമർ ഫോം ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഈ കൊറോണ തീരുന്നവരെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഡോക്ടർ ചോദിച്ചാൽ അതെന്നാത്തിനാന്ന് ചോദിച്ചു. എനിക്ക് 2 ആഗ്രഹം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്ത് ആഗ്രഹമാണ്? ഒന്ന്, എനിക്ക് പാരാഗ്ലൈഡിങ് ഒന്ന് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഈ ആകാശത്തൂടെ ഒന്ന് പറന്നു നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. രണ്ടാമത്തത്, ലോകത്തെ ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന ജനതയുള്ളത് ഫിൻലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് പറ്റിയ ആ സ്ഥലവും ആ ജനത്തെയും ഒന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു ഡോക്ടർ എൻ്റെ തോളെ തട്ടിയിട്ട് പറയണേ, താൻ രക്ഷപ്പെടുകയുള്ളൂ. കാരണം സാധാരണ ഇങ്ങനെ ഒരു രോഗമെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അപ്പം തന്നെ പകുതി ചാകും. തനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ദൈവം തരുന്നത് എന്തും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ 1 മാസത്തേക്കുള്ള മരുന്ന് തരാം. ഈ മരുന്ന് കഴിക്കുക. ഈ ട്യൂമർ ഒന്ന് ചെറുതാവുകയാണ് എങ്കിൽ നമുക്ക് ലിവർ മാറ്റിവെക്കണ്ട, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ലിവർ മാറ്റിവെക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ആരെയും അറിയിച്ചില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഫോൺ എടുത്തു, പീറ്റർ അച്ഛനെ വിളിച്ച് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഇതാണ് ഗുഡ് ന്യൂസ്. അച്ഛൻ പറഞ്ഞടാ സാരമില്ലടാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും അച്ഛൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയോടോ മക്കളോടോ പറയരുത്, ഈ വിവരം പറഞ്ഞ് എന്നെ ഫോൺ ചെയ്യരുത്. അട്ടപ്പാടിയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു വൈദികനുണ്ട്, ഞാൻ ആ വൈദികനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ കുറച്ച് വൈദികരുണ്ട്, ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ദൈവത്തിന്റെ ഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്ത ഒരു മാർഗം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പരിശുദ്ധ കുർബാന അവിടെ എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ട്.
ഞാൻ ആ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു. എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് അങ്ങയുടെ വചനത്തിനെതിരായി ചെയ്തു പോയ ഓരോ തെറ്റിനും ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. എന്നെ നരകത്തിലേക്ക് വിടരുതേ, എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ തീർക്കാനുണ്ട്. അതിന് ഞാൻ വന്നപ്പോൾ അവിടെ ഒരു ഹോമിയോ ഡോക്ടർ ഇരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്നാണ് ബ്രദറെ വിശേഷം? ഞാൻ നോക്കുമ്പോൾ ആരുമില്ല ഡോക്ടറെ അടുത്ത്. ഞാൻ ആ ഡോക്ടറെ അടുത്ത് എന്ന് പറഞ്ഞു, ഡോക്ടറെ വിശേഷമുണ്ട്. എൻ്റെ വാട്സാപ്പിൽ എല്ലാവരും റിപ്പോർട്ടുമുണ്ട്. ബാക്കി റിപ്പോർട്ട് മുഴുവൻ എൻ്റെ വണ്ടിയിലാണ്. എൻ്റെ മെഡിസിൻ പോലും വണ്ടിയിലാണ്. കാരണം പിള്ളേർ കാണാൻ പാടില്ല വീട്ടിൽ വെച്ച. ഞാൻ എന്നിട്ട് ഇത് ഡോക്ടറെ കാണിച്ചു. ഹോമിയോ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ബ്രദർ വിഷമിക്കണ്ട, എൻ്റെ ഒരു പ്രൊഫസറുണ്ട്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ. വിളിച്ചു. അദ്ദേഹം മരുന്ന് നിശ്ചയിച്ചു. എന്നോട് പറഞ്ഞു, ഈ മരുന്ന് കഴിക്കുക, ബാക്കി ദൈവം ഇല്ലേ ബ്രദറിന്റെ കൂടെ. ഹോമിയോ മരുന്ന് കഴിച്ചു. ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ നടത്തി. രാവും പകലും എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മരിക്കുന്നതിലല്ല എനിക്ക് വിഷമം. ഞാൻ മരിച്ചാൽ ഞാൻ നരകത്തിൽ പോകാൻ പാടില്ല. എനിക്കതേ ഉള്ളൂ. 6 മാസം ഞാൻ മരുന്ന് കഴിച്ചു. അപ്പോളെ ചെന്ന് ടെസ്റ്റ് ചെയ്തു. ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, എടോ, ഇതിനകത്ത് കുറവ് സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ട്യൂമർ ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ടും എൻ്റെ ഹോമിയോ ഡോക്ടർ എന്നോട് പറഞ്ഞു, ബ്രദർ, ഇത് കുറച്ച് നാളും കൂടെ ഈ മരുന്നൊന്ന് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, നമുക്കറിയാം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ കാലൊന്ന് തട്ടിയാൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ നോക്കും, ഇത് എവിടെയാണ് തട്ടിയത് എന്ന് നോക്കും. എവിടെയാണ് തട്ടിയത് എന്ന് നമ്മൾ നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ ഗതി വന്നത്? അതിന്റെ റീസൺ നിങ്ങൾ കണ്ടെത്തണം. അത് നിങ്ങൾ യേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ തന്നെ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്താൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ വിട്ടുപോകുന്നത് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലത് കരം ഉയർത്തി പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15 വാക്യം 7, 8 തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എത്രയോ പ്രാർത്ഥനകൾ നടത്തി എന്നിട്ട് നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. യേശു പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക്, എൻ്റെ വചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നമ്മളോട് പറയാ, നീ ഇഷ്ടമുള്ളത് ചോദിക്ക്, ഞാൻ നിനക്ക് തരും. ഇത്ര നല്ല ഓഫർ തരാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുള്ളപ്പം നമ്മൾ എന്തിനാ പ്രിയപ്പെട്ടവരെ വല്ലവന്റെ പുറകെ പോകുന്ന കാര്യമാണ്? ഇത്രയും നല്ല ഓഫർ ഇത് ദൈവമാ പറഞ്ഞത്. ബിജി ജോസഫ് അല്ല പറഞ്ഞത്, ദൈവമാ പറഞ്ഞത്. യേശു പറഞ്ഞാൽ യേശു വാക്കു മാറ്റത്തില്ല. അവനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. നമ്മൾ ചോദിച്ചാൽ ദൈവം അതനുസരിച്ച് പ്രവർത്തിക്കും. ദൈവത്തെ നിങ്ങൾ ഒരു പക്ഷേ ഒരു വൈദികനെ പോലെയോ, അല്ലെങ്കിൽ ഒരു ധ്യാനഗുരുവിനെ പോലെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനെ പോലെയോ അമ്മയെ പോലെയോ രാഷ്ട്രീയ നേതാവിനെ പോലെയോ കാണരുത്. ചിലപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ പറയും, ചേട്ടാ എന്നാണ് വിശേഷം? അപ്പൊ ചേട്ടൻ പറയും, എൻ്റെ പൊന്നു സാറേ, ഇത് ഈ റോഡ് കിടക്കുന്നുണ്ടോ? ഞാൻ ജയിച്ചാൽ അപ്പോൾ ഈ റോഡ് ശരിയാക്കി തരും. അയാൾ ചിലപ്പോൾ 5 പ്രാവശ്യം മന്ത്രിയായിട്ടുണ്ടാകും, ആ റോഡ് അതുപോലെ അവിടെ കിടക്കും. നിങ്ങളൊരു മന്ത്രിയെ കാണുന്ന പോലെ കർത്താവിനെ കാണരുത്. അവൻ പറഞ്ഞാൽ അവനത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരത്തിൽ പറ ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ അധ്യായം 1
വാക്യം 22 കർത്താവ് ഇങ്ങനെ പറയുക, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ ആവുവിൻ. വചനം കേൾക്കുക, ആത്മവഞ്ചകർ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വിളിക്കുകയാണ് കർത്താവ്. നിന്റെ പേരാണ് ആത്മവഞ്ചകൻ എന്ന്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ആകരുത്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതൊരൊറ്റയൊരു വചനമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഒറ്റയൊരു വചനം. അന്ന് ഞാൻ എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ബൈബിളിൽ കർത്താവെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ, എനിക്ക് തരാമെന്ന് പറഞ്ഞതെല്ലാം നീ എനിക്ക് തരണം. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യം ഞാൻ തരാം. യേശു തരും എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങളോട് പറയുക, എത്രയോ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുഗ്രഹത്തോടെയും എൻ്റെ കർത്താവിനെ കൊണ്ട് നടന്നതെന്നറിയാമോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ എന്ന് പറയാ ഹല്ലേലൂയ. അപ്പൊ യേശു നമ്മളോട് പറയാം, നിങ്ങൾ വചനം കേട്ടാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണം. ചില ആൾക്കാരൊക്കെ കാണാൻ ഇപ്പം ഒരു ട്രെൻഡ് വന്നേക്കുകയാണ്, ബൈബിൾ മുഴുവൻ എഴുതുക. നല്ല കാര്യം കേട്ടോ, അത് എഴുതുന്നത് നല്ല കാര്യമാണ്. വെറുതെ എഴുതി പ്രിന്റ് ചെയ്ത് അല്ല ഈ പേപ്പറിൽ എഴുതി ബൈൻഡ് ചെയ്ത് അതവിടെ വെച്ചാൽ പോരാ, അതെടുത്ത് വായിക്കണം. വായിച്ചാൽ പോരാ, അത് ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ പോരാ, അത് ജീവിതത്തിൽ ആ പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് അതിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം മുഴുവൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 47 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ യേശു ഒരു ഉപമ പറയുകയാണ്. എൻ്റെ അടുത്തു വന്ന് എൻ്റെ വചനം കേൾക്കുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. എൻ്റെ അടുത്തു വന്ന് എൻ്റെ വചനം കേൾക്കുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുക, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന് സദൃശ്യനാണവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്കതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു രോഗം വരുമ്പം, ഒരു കഷ്ടപ്പാട് വരുമ്പം ഈ കുർബാന മധ്യ അച്ഛന് പറയുകയുണ്ടായി, ഈ വാട്സാപ്പിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ പുറകെ പോയി പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ജനിപ്പിച്ച അപ്പനെയും അമ്മേനെയൊക്കെ മറന്ന് എവിടെയോ വെച്ച് കണ്ട ചെറുക്കന് ഒരു ഹായ് ബായ്, അവസാനം അവൻ്റെ കൂടെ പോയി. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നിലവിളിയായിട്ട് വരുന്നതിൻ്റെയൊക്കെ കാരണം എൻ്റെ കൊച്ചു മക്കളെ നമ്മുടെ ഒന്നും ഉള്ളിൽ ഈ വചനം ഇല്ലാത്തത് കൊണ്ടാണ്. വചനമില്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ നമ്മളൊക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൺകൊച്ച്, എൻ്റെ പെൺമക്കളോട് ഞാൻ പറയാം, ഒരാൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുക, ഐ ലവ് യു, എനിക്ക് നിന്നെ ഇഷ്ടം, കല്യാണം കഴിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ നീ അവനോട് പറയണം ഐ ലവ് യു ടു. നീ അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് അവനോട് പറയണം, എനിക്ക് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടോ കല്യാണം കഴിക്കുന്നത് കൊണ്ടോ എനിക്ക് തടസ്സമില്ല, പക്ഷേ എൻ്റെ അപ്പനും അമ്മയും ഇതറിഞ്ഞ അപ്പ തന്നെ എന്നെ തല്ലിക്കൊല്ലും. കാരണം നീയുമായിട്ടുള്ള ഒരു വിവാഹം എൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നില്ല.
അവര് സമ്മതിക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അവൻ പറയാ, കുഴപ്പമില്ലടി, നമുക്ക് ചാടിപ്പോകാം എന്ന് പറഞ്ഞ എൻ്റെ മോളെ ആ സെക്കൻഡിൽ നീ ഓടി നിന്റെ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് കയറിക്കോണം. കാരണം ജനിപ്പിച്ച അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ഒരു ചെറുപ്പക്കാരൻ നിന്നോട് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഈ ലോകത്തെ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ. കല്യാണം കഴിച്ച ചെറുക്കനും പെണ്ണും ഒന്നിച്ച് താമസിച്ച കുട്ടികളുണ്ടാവും, അവരും അപ്പനും അമ്മയൊക്കെ ആവും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ നാളെ കഴിഞ്ഞൊക്കെ നിങ്ങളോട് പറയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, പെറ്റ അമ്മയുടെയും ജനിപ്പിച്ച അപ്പൻ്റെയും കണ്ണുനീര് എൻ്റെ മക്കളെ നിങ്ങളുടെ തലയിൽ വീഴാൻ അനുവദിക്കരുത്. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അനുഗ്രഹം വേണ്ട, നീ ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചോ എന്ന് പറയുന്നത് യല്ല, അത് പൈശാചികതയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ടോണ്ടൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. മുഖത്ത് നോക്കിയിട്ട് പറ ഹല്ലേലൂയ. അവരോടൊന്ന് പറഞ്ഞേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണം, ദൈവം നിന്നെ എല്ലാ മനുഷ്യരോടും പറയാൻ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ മദ്യപാനിയെ നോക്കിയിട്ട് പറയണം, ദൈവം നിന്നെ വൃത്തിയായിട്ട വാക്ക് പറയുന്നവനെ നോക്കിക്കൊണ്ട് പറയണം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും പറയാൻ പറ്റണം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അല്ലാതെ അവനെ ശപിക്കാനൊന്നും നിൽക്കരുത്. അവസാനം നമ്മൾ പറഞ്ഞ് അവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അവനും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറയുകയാണ്, എന്റെ വചനം കേട്ട് അത് അനുസരിച്ച് ജീവിക്കുന്നവൻ ആഴത്തിൽ കുഴിച്ചു പാറമേൽ വീട് പണിത വിവേകിയായ മനുഷ്യന് സദൃശ്യമാണ്. വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റാഞ്ഞടിച്ചു, അതിനെ തകർക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ ഇന്ന് കാണാൻ സാധിക്കും. പേപ്പർ വായിക്കുമ്പോൾ ഇപ്പൊ പേടിയാണ്. കാരണം 2-3 മക്കളുള്ള ഭാര്യമാരാണ്. ഏതെങ്കിലും ഒരുത്തർ അപ്പുറേ നിന്നിട്ട് ഒരു ഐ ലവ് യു കാണിക്കുമ്പോഴത്തേക്കും പിള്ളേരെ മുഴുവൻ ഇട്ടേച്ചും ദേ പോണു. ഹല്ലേലൂയ. നല്ല ഭാര്യയും മക്കളും കൊണ്ട് അവളെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ചില പുരുഷന്മാര് മറ്റ് സ്ത്രീകളെ പുറകെ പോകുന്നതാണ്. പേപ്പർ എടുത്താൽ അതേ കാണാനുള്ളൂ. ഭാര്യനെ മക്കളെ വെട്ടിക്കൊന്നിട്ട് ഭർത്താവ് തൂങ്ങിച്ചെത്തു. അവനങ്ങ് ചത്താ പോരായിരുന്നു, ഇതിനെ എന്തിനാ വെട്ടിക്കൊന്നായി? ഞാനപ്പോൾ ആലോചിക്കാറുണ്ട്, എന്തിനാ അവനെ കൊന്ന? കടഭാരം വന്നു, എല്ലാം കൂടെ കൂട്ടാത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത കടം മാറുമായിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടമെന്നാണ് പറയുന്നത്. ഒരാൾ മരിച്ചാലൊന്നും കടം മാറില്ല പ്രിയപ്പെട്ടവരെ. ഒരാൾ ആത്മഹത്യ ചെയ്താലൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല, പ്രശ്നം അവിടെ തന്നെ നിൽക്കും. സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ കണ്ടുമുട്ടാത്തതാണ് നിന്റെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഈ പൊന്നു തമ്പുരാനെ കണ്ടുമുട്ടാത്തതാ. അത് കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ നീ ഓടി വരും. നമുക്കറിയാം, കേരളത്തിന്റെ ഈ നിങ്ങളുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു വിശുദ്ധയുണ്ട്. ആരാണ് ആ വിശുദ്ധ? അൽഫോൻസാമ. കേട്ടിട്ടില്ലേ അൽഫോൻസാമ? ഞാന് അവിടുത്തെ പള്ളി ധ്യാനിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ അൽഫോൻസാമേനെ വിശുദ്ധയാക്കുന്നതിന് മുമ്പാണ്. അപ്പം അൽഫോൻസാമയുടെ കോൺവെന്റില് അൽഫോൻസാമ ഉപയോഗിച്ച മുറികളും എല്ലാം അടച്ചു പൂട്ടിയിരിക്കുക, സീൽ ചെയ്തിരിക്കുക. 1 മാസത്തോളം കഴിഞ്ഞാൽ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, ബ്രദറെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ചെല്ലുകയാണ്. ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, ഇത് ധ്യാനിപ്പിക്കുന്ന ബ്രദറാണ്. അപ്പൊ ഒരു പ്രായമുള്ള ഒരു സിസ്റ്ററാണ് ഇതിന്റെ ചുമതല. അപ്പൊ ആ സിസ്റ്റർ എന്നോട് പറയുക, ആരെയും കേറ്റരുതെന്ന് പറഞ്ഞ് ബ്രദർ
ബ്രദറിനെ പോലുള്ളവർ വരുമ്പോൾ എങ്ങനെയാ കേറ്റാതിരിക്കുക? അപ്പം ഞാൻ ചുറ്റുമൊന്നും നോക്കി, എന്നെ തന്നെയല്ല ഈ പറഞ്ഞേ. എന്നിട്ട് ഈ സിസ്റ്റർ എന്നെ പുറകിൽ കൂടെ കൊണ്ടുപോയി വാതിൽ തുറന്ന് അകത്ത് കയറ്റി. അപ്പം ഞാൻ ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ ചെന്ന് അൽഫോൻസാമയുടെ ആ പവിത്രമായ ഉപയോഗിച്ച മുറിയിലൊക്കെ പ്രവേശിച്ച് തിരുശേഷിപ്പുകളെയൊക്കെ തൊട്ടുമുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ വന്നപ്പോൾ ഈ സിസ്റ്റർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സിസ്റ്ററിനോട് പറയുകയാണ്, ഞാൻ മഠത്തിൽ ചേർന്ന സമയത്താണ്, ചേർന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കാണ് അൽഫോൻസാമ മരിക്കുന്നത്. ഞാൻ അൽഫോൻസാമയെ തൊട്ടടുത്ത് കണ്ടതാ. അപ്പൊ ഞാൻ പറഞ്ഞു, കൊള്ളാട്ടാ, അതിനെ ഉപദ്രവിച്ച് ഒരു വിശുദ്ധയാക്കാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് സിസ്റ്ററും കൂടി അല്ലേ? അപ്പൊ സിസ്റ്റർ എന്നെ നോക്കിയിട്ട് ഒരു ചെറിയ ചിരി. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പം അതിനെ തിരസ്കരിക്കുകയല്ല ചെയ്യണ്ടേ, അതിനെ സ്വീകരിച്ച് നന്ദി പറയാൻ പഠിക്കുകയാണെങ്കിൽ നിന്നെ വിശുദ്ധിയുടെ പദവിയിലേക്ക് കർത്താവ് കൈപിടിച്ചുയർത്തുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുക, അൽഫോൻസാമ നിങ്ങൾ അനുഭവിച്ചതിൻ്റെ 4-1 കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ അൽഫോൻസാമയെക്കാളും മുമ്പേ ചിലപ്പോൾ നിങ്ങളൊക്കെ വിശുദ്ധരാകേണ്ടതായിരുന്നു. കാരണം എന്തോരം കഷ്ടപ്പാടാ. അൽഫോൻസാമ കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകളിൽ നിന്ന് മാത്രമേ അനുഭവിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ? എവിടുന്നൊക്കെ അനുഭവിക്കുന്നത്? അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, കെട്ടിയോനിൽ നിന്ന്, എല്ലായിടത്തുനിന്നും പീഡനം തന്നെ. ഹല്ലേലൂയ. പക്ഷെ എന്നിട്ടെന്താ വിശുദ്ധിയാകാത്ത? നമ്മൾ ഇതിനെയൊക്കെ നേരിട്ട രീതി വ്യത്യാസ. ഇങ്ങോട്ട് വന്ന ബോളിനെ അതിൻ്റെ 10 ഇരട്ടി ശക്തി തിരിച്ചടിച്ചാ പഠിച്ചേ. ഇനി ആ തിരിച്ചടിക്കുന്ന പരിപാടി എന്ത് ചെയ്യണം? നിർത്തണം. ഹല്ലേലൂയ. സ്വരേറ്റി പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോഴത്തേക്കും എന്നോടൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദറെ, എൻ്റെ ഭാര്യയ്ക്ക് പല്ലുവേദന ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഞെട്ടിപ്പോയി. ഭാര്യയ്ക്ക് പല്ലുവേദന ഉണ്ടാകാൻ? ഞാൻ പറഞ്ഞു, ഉള്ള വേദന പോകാനല്ലേ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ പറഞ്ഞു, അല്ല, അവക്ക് എന്നും പല്ലുവേദന ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, കാരണം എന്നാ ചേട്ടാന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിലൊരു പുതിയ പ്രാർത്ഥനാ രീതിയാണ്. ഞാൻ പുള്ളിയുടെ തോളയിലൊക്കെ തട്ടി കാര്യം ചോദിച്ചാൽ പുള്ളി പറയാണ്, അവക്ക് പല്ലുവേദനയുള്ളപ്പോൾ അവൾ ഒന്നും പറയത്തില്ല, പല്ലുവേദന ഇല്ലെങ്കിൽ അന്ന് പൂരപ്പാട്ടാണ് പറയുന്നത്. എനിക്കും എൻ്റെ പിള്ളേർക്കും ഒരു സമാധാനം ഉണ്ടാകത്തില്ല. പല്ലുവേദനയാകുമ്പോൾ അവൾ ഒരൊറ്റ വാക്ക പറയത്തുള്ളൂ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചൊക്കെ എനിക്ക് വേദന എടുത്ത് പിടിക്കാൻ വയ്യാണ്, വാ പൊളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവക്ക് ഡെയിലി പല്ലുവേദനയാണെങ്കിൽ അപ്പൊ പിള്ളേരും ചിരിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു നോക്കാം, ഇനി സ്കൂൾ തുറക്കുന്നവരെയെങ്കിലും അമ്മയ്ക്കൊരു പല്ലുവേദനയോ അല്ലേ? മക്കളെ പ്രാർത്ഥിക്കേണ്ട കേട്ടാ. അമ്മയുടെ സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ അപ്പൻ്റെ സ്വഭാവം മാറാൻ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചില ആളുകൾക്ക് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്തിലുള്ള ഒരാളെ പോലും കാണാൻ കൊള്ളില്ല, അപ്പോഴേക്കും ദേഷ്യം വരും. അപ്പോൾ മനസ്സിലാക്കണം, ഓരോ മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ്. ചില ആൾക്കാർ പറയും, അവനൊന്ന് നശിച്ചാൽ മതി ഞാൻ രക്ഷപ്പെടും. അവൻ നശിച്ചാലൊന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കാം, പണ്ട് ഓലപ്പെരയിലാ കിടന്നത് അല്ലെങ്കിൽ ഓടിട്ട പെരയിലാ കിടന്നത്, ഇപ്പം വാർക്കപ്പെരയിലാ കിടക്കുന്നത് എന്നുള്ളവരൊന്ന് കൈവെക്കാമോ? പണ്ട് ഞാൻ ഓലപ്പെരയിലായിരുന്നു, ഇപ്പം വാർക്കപ്പെരയിലാ. അപ്പച്ചാ കുറേ ഇരിക്കുന്ന ചേട്ടനോട് ഞാൻ ചോദിക്കുക, അതെ, ഓലപ്പെര കിടന്നപ്പോഴായിരുന്നോ സന്തോഷവും സമാധാനവും സുഖം വാർക്കപ്പെര കിടന്നപ്പോഴായിരുന്നു? ഏതാ? ഇതാ ഇവിടെ പറയാൻ തുടങ്ങി, ഓലപ്പെരയാണ്. അത് ആണ്ടിലൊരിക്കലൊന്നും മേഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴോ ചെലവ് കൂടി വാർക്കപ്പെര വന്നപ്പോൾ ആകെ ഒരു പുത്തൻ പരിപാടികളൊക്കെയായി. വരുമാനം കൂട്ടാൻ വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങി. അതനുസരിച്ച് സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇടവക ഈ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പാടാൻ വരുന്നൊരു സഹോദരനുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, വിജി ബ്രദറെ, എനിക്ക് ഒരു ബൈക്ക് മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അതിന് എന്നോട് പോയി പ്രാർത്ഥിക്കാം, നമുക്ക് തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും.
അപ്പോൾ ഇവൻ പാടാനൊക്കെ വരുമ്പം പള്ളിയിൽ നിന്ന് അച്ഛന്മാരെ കൊടുക്കുക പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് അങ്ങ് പോയി ബസ്സിനാണ് വന്നുകൊണ്ടിരുന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബൈക്കൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം ഇവൻ എന്നോട് പറഞ്ഞ്, അച്ഛനോട് പറയണം ഇച്ചിരി കൂട്ടിത്തരാൻ, കാരണം പെട്രോളിന് കാശ്. ഞാൻ പറഞ്ഞ് ഈ ബൈക്ക് എത്രയും പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇത് കൂടുന്നതിനനുസരിച്ച് ചിലവ് കൂടും, അതനുസരിച്ച് നമ്മുടെ ടെൻഷൻ കൂടും, ഉറക്കം ഇല്ലാണ്ടാകും. അപ്പം ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വീട് വേണ്ടാന്നൊന്നും ഞാൻ പറയല്ല. ആ വീട് സ്വർഗമാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ സ്വന്തമാക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15 വാക്യം 4-5 തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. നമുക്കറിയാം, ഒരു മാവിന്റെ കമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ആ കമ്പ് പിന്നെ ഉണങ്ങിപ്പോവുകയുള്ളൂ. ഏതൊരു വൃക്ഷത്തിന്റെയും ശിഖരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ ആ ശിഖരം ഉണങ്ങിപ്പോകും. എന്നാൽ ആ വൃക്ഷത്തോട് ആ ശിഖരം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ ശിഖരം ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന കാണാൻ സാധിക്കും. ഇവിടെ യേശു പറയുകയാ, മുന്തിരിച്ചെടിയാകുന്ന എന്നോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം, അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും ക്രിസ്തീയ കുടുംബങ്ങൾക്കും വന്നുപോയത് ഇതാണ്. ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കാനും അവരെ ബഹുമാനിക്കാനും അവരെ ശ്രേഷ്ഠരായി കാണുവാനും പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ 25-ാം തീയതി ഇവിടെ രാവിലെ കുർബാനയില്ലായിരുന്നോ? രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് നിങ്ങളുടെ വികാരിച്ചൻ എങ്ങോട്ടാ പോയെന്ന് വല്ലതും കണ്ടോ? ചോദിച്ചോ നിങ്ങൾ? എങ്ങോട്ടെങ്കിലും പോട്ടെ, അച്ഛന് വല്ലതും വേണോന്ന് ചോദിച്ചോ? ഇന്ന് എനിക്ക് കഴിഞ്ഞില്ല, പിന്നെ അച്ഛനോട്. അച്ഛൻ 2ാമത്തെ കുർബാനയും കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് വന്നത് എൻ്റെ അടുത്തേക്കാണ്. വർഷങ്ങളായിട്ട് എൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്തവരുടെ കൂടെയാണ്. എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വിശക്കുന്നവനുമായിട്ട് ആഹാരം പങ്കുവയ്ക്കുക. ആർക്കും വേണ്ടാത്തവരുടെ കൂടെ നീ ജീവിക്കുക, അപ്പം നീ എനിക്ക് വേണ്ടപ്പെട്ടവനാകും. രാജാതിരാജനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾ വായിക്കുക, സുവിശേഷങ്ങളിൽ വായിക്കുക. അവൻ വേശ്യകളുടെ ഇടയിലൂടെ, ആർക്കും വേണ്ടാത്ത സമൂഹം, കുഷ്ഠരോഗികൾ പുറമ്പോക്കിക്കൊണ്ട് വലിച്ചെറിയുന്നവരുടെ ഇടയിലേക്ക് അവൻ പോയി. ഹല്ലേലൂയ. ഞങ്ങള് ബിരിയാണി, എനിക്ക് എല്ലാ വർഷവും ബിരിയാണി ഉണ്ടാക്കി തരുന്ന ഒരു സഹോദരനുണ്ട്. പുള്ളീനെ ഏൽപ്പിക്കുക, കാറ്ററിംഗാരനാണ് അദ്ദേഹം. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരും. ആ ബിരിയാണിയൊക്കെ ആയിട്ട് കുറേ തെരുവിലുള്ള മക്കൾക്ക് കൊടുത്തു, ബാക്കിയുള്ളത് കൊണ്ട് ആദിവാസി കോളനിയിൽ പോയി. അപ്പോൾ അവരുടെ കൂടെ കേക്കൊക്കെ മുറിച്ച് യേശുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേശമൊക്കെ പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും. എല്ലാ വർഷവും അതാണ്. അപ്പോൾ അവരുടെ ആ മുഖത്ത് തെളിയുന്ന ആ സന്തോഷം നമുക്കൊന്ന് കാണണം. കുറേ ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ പുഴുങ്ങി നമ്മൾ തന്നെ വീട്ടിലിരുന്ന് തിന്നുമ്പം എന്ത് സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അത് കിട്ടാത്ത ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്കൊന്ന് വിളമ്പി കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. ഞാൻ ആദ്യം ഈ ആദിവാസി കോളനിയിൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പതുക്കെ തോണ്ടി. ഇവനാകെ ഒരു ജാള്യത, ഒരു നാണം എന്നെ തോണ്ടിയിട്ട് എന്നോട് ചോദിച്ചേ, എനിക്ക് ഒരു കഷ്ണം കൂടെ ഇറച്ചി തരുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ ഒരു കഷ്ണം, എത്ര കഷ്ണം വേണോ? അവനെ കെട്ടിപ്പിടിച്ച് അവനെ കൊണ്ടുപോയിട്ട് അവൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കണം പ്രിയപ്പെട്ടവർ. എന്തോ ഒരു സന്തോഷമാണ്.
എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങൾ ഈ ക്രിസ്മസിന് ഈ ഇറച്ചി താറാവും കോഴിയും പിന്നെ കരിമീനും ഒക്കെ വിളമ്പി നിങ്ങളുടെ മക്കളുടെ മുമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവരുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ വെല്ല തിളക്കം കണ്ട? ഒന്നും കണ്ടില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് 2 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്തപ്പം അവളുടെ കണ്ണ് ആരുടെ പാത്രത്തിലായിരുന്നറിയോ? കണ്ട, അതവൾ പറഞ്ഞു അപ്പുറത്തിരിക്കുന്നവൻ്റെ പാത്രത്തിലേക്കായിരുന്നു. അത് കാരണം ഒരു തിളക്കം ഉണ്ടായില്ല. കാരണം ഇവൾ ആഗ്രഹിച്ച കഷ്ണം അവനാ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന ഗതി ഒന്ന് ഓർത്ത് നോക്ക്. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്മസിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന്. ഹല്ലേലൂയ. ഇത് ഈ പാവപ്പെട്ട മക്കളുടെ കൂടെ ഒന്ന് പോകണം. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് എല്ലാവർക്കും ഈ തെരുവിൽ കഴിയുന്ന ആലുവ തെരുവിൽ, അതുപോലെ തന്നെ ആദിവാസി കോളനിയിൽ, അന്ന് എൻ്റെ കയ്യിൽ ഈ ധ്യാനമൊക്കെ നടത്താൻ പോകുമ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ഉണ്ടായിരുന്നു പോക്കറ്റ്. അപ്പം ഇതിങ്ങനെ സൂക്ഷിച്ചു നോക്കി ഞാൻ. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ എന്നോട് പറയും, ജിജി ബ്രദറെ ദേ എൻ്റെ ദശാംശം എന്നാ പിടിച്ചോ കേട്ടോ എന്ന് പറയും. കഴിഞ്ഞ വർഷം എല്ലാവർക്കും തെരുവിൽ കിടക്കുന്നവർക്കെല്ലാം പുതപ്പ്, പിന്നെ അതുപോലെ തന്നെ നല്ല ചിക്കൻ ബിരിയാണി. ആ പുതപ്പൊക്കെ കിട്ടുമ്പം അതുങ്ങളുടെ ഒരു സന്തോഷം, കാണേണ്ട സന്തോഷം പ്രിയപ്പെട്ടത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അവർ നമ്മളെ നോക്കി അവർക്ക് തിരിച്ചു തരാൻ ഒന്നുമില്ല. അവർ പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആ ഒരു വാക്ക് ആകാശവിധാനങ്ങൾ തുളച്ചു കയറി അത് സ്വർഗത്തിൽ ദൈവത്തിന്റെ കാതിലെത്തും പ്രിയപ്പെട്ടവരെ. പിന്നെ എങ്ങനെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അപ്പം നമുക്ക് നന്മകൾ ചെയ്യണമെങ്കിൽ, നമുക്ക് കുടുംബത്തിൽ നല്ല ഭാര്യയാകണമെങ്കിൽ, നല്ല ഭർത്താവാകണമെങ്കിൽ, നല്ലൊരു അപ്പനാകണമെങ്കിൽ, നല്ലൊരു അമ്മയാകണമെങ്കിൽ, നല്ലൊരു മകനും മകളുമാകണമെങ്കിൽ, സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാകണമെങ്കിൽ, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ആ ശാഖ പോലെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്കത് സാധ്യമാവുക. നിയമാവർത്തന പുസ്തകം അധ്യായം 28 വാക്യം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളെല്ലാം വീട്ടിൽ പോയിട്ട് ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും നിയമാവർത്തന പുസ്തകം അധ്യായം 28 1 മുതൽ തിരുവചനങ്ങൾ 61 വരെയുണ്ട്. അത് നിങ്ങളൊന്ന് വീട്ടിൽ പോയിരുന്നത് വായിക്കണം. അതൊരു 3-4 ആവർത്തി ഓരോ വാക്കും നിർത്തി 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 വായിക്കണം. അതിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അവിടെ ഇങ്ങനെ കർത്താവ് പറയുക, നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുന്നു എങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ എല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. ഹല്ലേലൂയ. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, സകല മനുഷ്യരും നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെ കാണുന്നത് പോലെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സമൂഹത്തിൽ സഭയിൽ നീ ഒരു ഉന്നതനായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം പാലിക്കണം. ഇന്ന് പീറ്റർ എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ആരൊക്കെയാണ് കാണുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ ലിങ്ക് ഒന്ന് താ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ തന്നെ പുറകിൽ അച്ഛനവിടുന്ന് ലിങ്ക് എനിക്ക് കണക്ട് ചെയ്ത്, എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവൊന്നും ഇല്ല പ്രിയപ്പെട്ടവർ. 10ാം ക്ലാസ്സും ഗുസ്തിയാണ് ഞാൻ. അപ്പം ഇത് ഞാൻ എനിക്കത് പെട്ടെന്ന് ചെയ്തു തന്നു. ഞാൻ ഉടൻ തന്നെ ഇതെല്ലാവർക്കും വാട്സാപ്പിലൂടെ വിട്ടു. അപ്പോൾ അതിൽ കുറേ വൈദികരുണ്ട് എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ കുറേ സാധാരണ മനുഷ്യർ. ഇവരപ്പം തന്നെ എന്നോട് പറഞ്ഞേക്കുക, ബ്രദറെ ആ ധ്യാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ വചനം കഴിയുമ്പോൾ നമ്മൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കും. 8:30 ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കും. നമ്മൾ 9 മണി വരെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ആരാധിക്കും. ആ സമയത്ത് എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടത്. അതിൽ വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ആത്മായരുണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയാ, നിന്നെ ഞാൻ സമൂഹത്തിലെ ഉന്നത വ്യക്തിയാക്കി മാറ്റും. ഞാൻ പൊങ്ങച്ചം പറയുന്നതാണെന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല.
10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അന്നത്തെ PDCക്ക് പോയപ്പം സ്വഭാവം നല്ലതായതുകൊണ്ട് സാറ് പറഞ്ഞു പഠിക്കണ്ടെന്ന്. അതുകൊണ്ട് അന്ന് ആ പഠിത്തമൊക്കെ പോയി. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പം, എൻ്റെ യേശുവിൻ്റെ കൂടെ ഞാൻ ആയിക്കഴിഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, 28 രാജ്യങ്ങൾ സന്ദർശിക്കാൻ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളത്. അനേകം രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കും, അപ്പോൾ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുണ്ടാവും. അവരത് ഇംഗ്ലീഷിലും തമിഴിലും കന്നഡയിലും ഒക്കെ ഹിന്ദിയിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കും. അനേകം ഉന്നതർ എന്ന് കരുതുന്ന വ്യക്തികളുടെ കൂടെ സഞ്ചരിക്കുവാൻ, സഹവസിക്കുവാൻ ഉള്ള ഭാഗ്യം എൻ്റെ കർത്താവ് എനിക്ക് നൽകി എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിയും. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഇടവകയിൽ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട്, ചിറ്റാരിക്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, എൻ്റെ ഇടവകയിൽ ഞാൻ ധ്യാനിപ്പിച്ചു എന്നതാണ്. എൻ്റെ ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം അറിയുന്ന മനുഷ്യർ, എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ കൂടെ നടന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർ എന്നോട് പറയും, ബിജി, ദൈവം നിന്നെ എത്രമാത്രം അനുഗ്രഹിച്ചു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതെല്ലാം കർത്താവിൻ്റെ വാഗ്ദാനമാണ്. യേശു വാഗ്ദാനം ചെയ്തത് എൻ്റെ മേൽ കർത്താവ് ചൊരിഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയ ജനമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയ മനുഷ്യരുടെ മുമ്പിൽ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തും. നിന്നെ ഇറക്കിവിട്ട കസേരയിലേക്ക് ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവന്നിരുത്തും. നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, കർത്താവിന്റെ വചനത്തെ നീ മുറുകെ പിടിക്കുക. അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത് നിന്നെ നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും എല്ലാം ആ വചനത്തെ കുറിച്ച് നീ ധ്യാനിക്കുക. തുടർന്നുള്ള കർത്താവ് ഇങ്ങനെ പറയുകയാണ്, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയുക എന്ന് പറഞ്ഞാൽ തൊട്ട് തീർക്കുക എന്നല്ല, അതങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കമത്തിയിടുക, കൊടഞ്ഞങ്ങോട്ട് ഇടും. എന്നതാ കൊടഞ്ഞിടുന്നത്? ദൈവം അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം അങ്ങോട്ട് കൊടഞ്ഞിടും. നീ എൻ്റെ വചനം ഒന്ന് അനുസരിച്ചാൽ മതി. എന്താ രസം! പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിള്ളേരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊടഞ്ഞങ്ങോട്ട് ഇടണം. അവൾ അപ്പോഴേക്കും നിലത്തോട്ട് നോക്കുക, വല്ലതും കിടപ്പുണ്ടോ എന്ന്. കൊടഞ്ഞങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വട്ടപ്പിടുത്തമുണ്ട്, അത് മൊത്തം വേണം. ഇവിടെ അനുഗ്രഹത്തിന്റെ ഒരു ചൊരിയൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് തരും. എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാം? നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കപ്പെടും. നഗരത്തിൽ ബിസിനസ് ചെയ്യുക, നിന്റെ ബിസിനസ്സിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയല് അത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്, നിന്റെ കൃഷി സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ബിസിനസ് തകർന്നവരുണ്ട്, കൃഷി നശിച്ചവരുണ്ട്. എന്നിട്ട് പറയും മുഞ്ഞയുടെ കുഴപ്പ, തണ്ടുതരപ്പം പുഴുവിന്റെ കുഴപ്പ, വെള്ളീച്ചയുടെ കുഴപ്പ. ബിസിനസ് തകരുമ്പോൾ പറയും എന്നാന്നറിയത്തില്ല, ആകപ്പാടെ കൊറോണയാ, അതുകൊണ്ടാണ് തകരുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം കൊറോണ വന്നാലും എവിടെയെല്ലാം വെള്ളീച്ച ഉണ്ടായാലും നിന്റെ കൃഷിസ്ഥലത്തിൽ അത് പ്രവേശിക്കാതിരിക്കണമെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, നീ ഒരു ദൈവത്തെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും, നിന്റെ കൃഷിയിടത്തെ അനുഗ്രഹിക്കും, നിന്റെ ബിസിനസിനെ അനുഗ്രഹിക്കും. അതിന് വേറെ മാർഗമൊന്നുമില്ല. നീ അത് ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുക, കർത്താവിന്റെ വചനത്തെ. അടുത്തത് കർത്താവ് ഇങ്ങനെ പറയുക, നിന്റെ സന്തതികളും വിളകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനാകും. ഒറ്റ കാര്യം, നിന്റെ ജീവിതത്തിന്റെ സമസ്തമായ മേഖലയിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാറില്ല, കർത്താവേ കൊടിയ ദാരിദ്ര്യം ഞങ്ങൾക്ക് തരരുത്. കൊടിയ ദാരിദ്ര്യം ഞങ്ങൾക്ക് തരരുതേ.
ദൈവത്തിന്റെ വചനം അനുസരിക്കണം. പട്ടിണി നിനക്ക് വേണ്ട എങ്കിൽ നീ കർത്താവിന്റെ വചനം അനുസരിക്കണം. ദൈവത്തിന്റെ മക്കൾ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അതല്ല ഇസ്രായേൽ ജനത്തിന് കർത്താവ് മന്ന കൊടുത്തു. അവർ വിശന്നപ്പം, ഏലിയാ പ്രവാചകൻ വിശന്നപ്പം കാക്കയുടെ കരങ്ങളിൽ അവൻ അപ്പം കൊടുത്തു വിട്ട ഒരു പൊന്നു തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങും എല്ലാം ഇഷ്ടംപോലെ കായ്ഫലമുണ്ടാക്കും. നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലതും അനുഗ്രഹിക്കപ്പെടും. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, വചനം. വചനം നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ടോണ്ട് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. തുടർന്ന് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. എന്തോരം കുടുംബ പ്രശ്ന. അമ്മായിയമ്മ ശരിയല്ല, മരുമകള് ശരിയല്ല. അമ്മായിയമ്മ മരുമകൾക്ക് ശത്രു, മരുമകൾ അമ്മായിയമ്മയ്ക്ക് ശത്രു, അല്ലെങ്കിൽ അയൽവക്കക്കാര് ശത്രു. പ്രിയപ്പെട്ടവരെ, നീ ഒരു ദൈവഭക്തനാണെങ്കിൽ കർത്താവ് പറയാ, നിന്നെ ദ്രോഹിക്കുന്നവൻ നിന്റെ മുമ്പിൽ പരാജയപ്പെടും. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാ, നിനക്ക് ഒരു വഴിയിലൂടെ വരുന്നവൻ 7 വഴിയിലൂടെ ഓടുന്നത് നീ കാണും. പ്രൈസ് ദി ലോർഡ്. ഒരു വഴിയിലൂടെ വരുന്നവൻ 7 വഴിയിലൂടെ പോകും. ഒരു പ്രാവശ്യം ഞാൻ ഈ പീറ്റർസൺ എന്ന എൻ്റെ ഇടവക വികാരിയാണ്. ഞാൻ അതിരപ്പള്ളി കാട്ടിൽ നിന്ന് ഒരു ആദിവാസി യുവാവ്, അവൻ്റെ പേര് പെണ്ണുങ്ങളുടെ പേരാ റാണി എന്നാണ്. റാണി ചെറുപ്പക്കാരനാണ്, മാനസിക രോഗിയാണ് അദ്ദേഹം. അവനിങ്ങനെ ആനയും പുലിയും ഉള്ള കാട്ടുപോത്തും ഒക്കെ ഉള്ള കാട്ടിൽ കൂടെ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കും. അവസാനം അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസറും ട്രൈബൽ ഓഫീസറൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എന്തെങ്കിലും ചെയ്യാമോ? ഞാൻ പറഞ്ഞു എന്തെങ്കിലും അല്ല, ചെയ്തേക്കാം. അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മാനസിക രോഗി കേന്ദ്രത്തിൽ കൊണ്ടുപോയി 1 മാസം ട്രീറ്റ്മെന്റ് ചെയ്തു. അവൻ്റെ രോഗം ഒന്ന് ശമിച്ചു കഴിഞ്ഞപ്പോൾ തൃശ്ശൂര് കപ്പൂച്ചിൻ അച്ഛന്മാർ നടത്തുന്ന ഒരു മാനസിക സംരക്ഷണ കേന്ദ്രമുണ്ട്. അവിടെ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞ് ഏതാണ്ട് അവന് 2 വർഷത്തോളം അവിടെ നിന്നു. അപ്പൊ ഇവൻ വളരെ നോർമൽ മനുഷ്യനെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവനെ അവർ കിച്ചണിലേക്കും ഒക്കെ സ്വതന്ത്രമായി വിട്ടു. ഒരു ദിവസം അവൻ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പം നന്നായി തിളങ്ങുന്ന ഒരു കത്തി അവിടെ ഇരിക്കുന്നു. അവൻ ആ കത്തി ഇങ്ങോട്ടെടുത്തു, സ്വന്തം കഴുത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ വലിയങ്ങ് വെച്ചു കൊടുത്തു. കഴുത്തിൽ നിന്ന് ചോര തെറിച്ചൊഴുകി. അവിടെയുള്ളവർ ഉടൻ തന്നെ അവനെ എടുത്ത് അമല ആശുപത്രി കൊണ്ടിരുന്നു. തൊട്ടടുത്താണ് അമല ആശുപത്രി. ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, ഇത് ആദിവാസിയാണ്, എത്രയും പെട്ടെന്ന് അവരുടെ ബന്ധുക്കളെ ഇവിടെ എത്തിക്കണം. അവിടുന്ന് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ റാണി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു. ഞാൻ പറഞ്ഞു പണമല്ല പ്രധാനം, എനിക്ക് അവൻ്റെ ജീവനാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു നിമിഷം എൻ്റെ കർത്താവേ എന്നൊന്ന് വിളിച്ചു, എന്നെ സഹായിക്കണമേ. ഞാൻ പീറ്റർ അച്ഛനോട് പറഞ്ഞു, അത് പറയുമ്പോൾ തന്നെ രാത്രി ഒരു 8:30 ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറോളം കൊടും കാട്ടിലൂടെ വെറും ഒറ്റയടി പാതയിലൂടെ നടക്കണം. 1 മണിക്കൂർ നടക്കണം. ചെങ്കുത്തായ ഇറക്കവും കയറ്റവും, കാട്ടുമൃഗങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. അച്ഛൻ പറഞ്ഞു പോകാമടാ. വണ്ടിയെടുത്ത് ഞങ്ങൾ പോയി. എൻ്റെ കൂടെ കാട്ടിൽ ഈ കോളനിയിലേക്കൊക്കെ വരുന്ന 2 ആദിവാസി യുവാക്കന്മാരുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നെ അവർ അച്ഛാന്നാണ് വിളിക്കുന്നത്. അച്ഛാ ഭ്രാന്ത് പറയരുതേ, ആന ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അവിടെ പുലിയുണ്ട്, കരടിയുണ്ട്, കാട്ടുപോത്തുണ്ട്. ഞാൻ പറഞ്ഞു ലക്ഷ്മണ നീ വണ്ടിയിൽ കയറി നമുക്ക് പോവാം. അവർ 2 പേരും വലിയ ടോർച്ചെടുത്തു ഞങ്ങളുടെ കൂടെ വരികയാണ്. ഇവരെവിടെ പോയാലും ഒരു കത്തി ഇവരുടെ കയ്യിലുണ്ടാവും. കത്തിയും കയ്യിലെടുത്തു. അങ്ങനെ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി വണ്ടി സൈഡാക്കിയിട്ടു. അവിടുന്ന് ഞാൻ ഒരു ജീപ്പ് വാടകയ്ക്ക് എടുത്തപ്പോൾ ജീപ്പുകാരൻ പറയാ,
ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് പോകരുത്. കാരണം അവിടെ ആന ഇഷ്ടം പോലെയാ. ഈ രാത്രി പോകണ്ട, ഒരു 10 മണിയോളായി. നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കിടക്കുക. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കവിടെ പോയേ പറ്റൂ, ഈ രാത്രി തന്നെ പോകണം. അച്ഛൻ പറഞ്ഞു വാ പോവാ. ആ ടാക്സി വിളിച്ച് ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി. ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ ഫോൺ ചെയ്യാം, ഒരു മലയുടെ മുകളിൽ കയറി എന്നാലേ റേഞ്ച് കിട്ടൂ, അപ്പം നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവരാൻ വരണം. അപ്പോഴും ഇവർ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കുക. അവസാനം ഇറങ്ങി നടക്കുന്ന സമയത്ത് വലിയ ടോർച്ചെടുത്ത് ഈ ആദിവാസികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്. ഞാൻ ഈ ജപമാല ചൊല്ലിക്കൊണ്ട് കാട്ടിക്കൂടെ നടക്കുകയാണ്. പീറ്ററച്ചനും ഞാനും നടന്നു. ആദിവാസി കോളനി ചെല്ലുമ്പോൾ അവർ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടപാടെ ഓടി ഇവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അച്ഛാ, ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിയേ. ഞങ്ങൾ ചോദിച്ചു അതെന്താ? നിങ്ങൾ വരുന്ന ഈറ്റക്കാട്ടിൽ നിൽക്കുന്നത് കണ്ടോ, ആ ആനക്കൂട്ട ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇട്ട് പടക്കം പൊട്ടിച്ച് പാട്ടയൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ വലിയ തീയൊക്കെ ഇട്ടിരിക്കുക. ഞങ്ങൾ ഓർത്തുമല്ല ആദിവാസികളുടെ ആഘോഷം വല്ലതായിരിക്കുന്നു. ഉടൻ തന്നെ അവർ ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആഹാരം തന്നു. പട്ടപ്പാതിരാത്രിക്ക് കിടക്കാനുള്ള സൗകര്യം തന്നു. പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടന്നോ, ഞങ്ങൾ ഉണർന്നിരുന്നോളാം. പിറ്റേ ദിവസം രാവിലെ റാണിയുടെ അടുത്തേക്ക് അവരുടെ ബന്ധുക്കളെ കൊണ്ട് പോയി. പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ സൗഖ്യപ്പെടുത്തി. പിന്നെയും ഒരു 5-6 വർഷം കൂടെ ജീവിച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ മരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുക, ഏത് പ്രതികൂല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പൊന്നുതമ്പുരാനുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറയാം, നിന്റെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനുഗ്രഹം ചെയ്യും. എല്ലാ പ്രയത്നങ്ങളിലും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 58 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുക, നിന്റെ ദൈവമായ കർത്താവ് എന്ന മഹത്വവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിനു വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളാലും തീരാവ്യാധികളാലും അവിടുന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും. ഇത് ദൈവം പറയുന്നതാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഈജിപ്തിൽ നീ ഭയപ്പെട്ടിരുന്ന വ്യാധികളെല്ലാം അവിടുന്ന് നിന്റെ മേൽ വരുത്തും. അവ നിന്നെ വിട്ടുമാറുകയില്ല. നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത സകല രോഗങ്ങളും മഹാമാരികളും നീ നശിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനുസരിച്ചാൽ ഐശ്വര്യം ആസ്വദിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. അനുസരിക്കാതിരുന്നാൽ ശിക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ശിക്ഷയുണ്ട്. ഇന്ന് ഈ കണ്ട പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈ ശിക്ഷ നമ്മളെ വിട്ടുപോകുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തെ അനുസരിക്കാത്തതിൻ്റെ പരിണിത ഫലമാണ്. അത് നിന്റെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും എല്ലാം കാണും. തമ്പുരാനെ ഒന്ന് അനുസരിക്കാൻ തയ്യാറായാൽ ഇതെല്ലാം നമ്മളെ വിട്ടു പോകുന്നതും കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യയെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കുക. പൊന്നു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളിന്ന് നല്ലൊരു തീരുമാനം എടുക്കണം പ്രിയപ്പെട്ടവർ. വരും ദിവസങ്ങളിലല്ല, ഇന്നു മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം വായിക്കും. വീട്ടിൽ പോയിരുന്ന് വായിക്കുന്ന വചനങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഓർക്കുകയാണ്, ധ്യാനമൊക്കെ കൂടിയവർ എല്ലാ ദിവസവും ബൈബിൾ എടുത്ത് കൈ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ബൈബിൾ അങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ അവരുടെ കണ്ണ് ആദ്യം പതിയുന്ന വചനം അവരങ്ങ് വായിച്ചിട്ട് അവർ ആ വചനം സ്വീകരിക്കും. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമാണ്, ഇന്ന് കർത്താവ് എന്നോട് സംസാരിച്ചത് ഈ വചന, ഇത് ഞാൻ അനുസരിക്കും. അന്ന് അത് അവർക്ക് അനുഗ്രഹമായി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു? പ്രാർത്ഥന മാത്രമാക്കി വചനം മാറ്റി വെക്കാൻ തുടങ്ങി. അപ്പം തുടങ്ങി കഷ്ടകാലവും വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ഇന്ന് മുതലൊരു തീരുമാനം എടുക്കുക, നമ്മൾ തിരിച്ചു നടക്കാം. യോസേഫ് പിതാവിൻ്റെയും മാതാവിൻ്റെയും കാര്യം അറിയാമല്ലോ അല്ലേ?
ഉണ്ണീശോ കൂടെ ഉണ്ടാകും എന്ന് കരുതി അവരങ്ങ് നടന്നു. പക്ഷെ ഒരു ദിവസത്തെ യാത്ര നടന്നു കഴിഞ്ഞപ്പം അവര് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയപ്പം ജോസഫ് മേരിയോട് ചോദിച്ചു, എടിയേ കൊച്ചന്തിയെ ആ ചേട്ടൻ്റെ കൂടെ ഇല്ലേ? എൻ്റെ കൂടെ ഇല്ലേ? ഞാനോർക്ക് നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഞാനോർക്ക് ചേട്ടൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. അപ്പം ഇപ്പം ഇവിടെ അവരാ കൂട്ടത്തിൽ മുഴുവൻ തപ്പി, പാർട്ടിയെ കാണാനില്ല. ഈ ചില പിള്ളേർ ഇങ്ങനെയാണ്, ഒരു വഴിക്ക് പോയാൽ പിന്നെ കാണാൻ പറ്റില്ല. അവസാനം അന്വേഷിച്ച് നടന്നു. നിങ്ങളുടെ പിള്ളേരെ തപ്പി നടക്കാൻ പേടിക്കുന്നുണ്ട്. പെരുന്നാളിൽ വന്നു കഴിഞ്ഞാൽ കാണാതെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഐസ്ക്രീം പറ്റി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അവൻ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലാതെ നിത്യാരാധനയുടെ മുമ്പിലൊന്നും അതിനെ കാണത്തില്ല. അതുകൊണ്ട് പേടിക്കണ്ട. മാതാവ് തപ്പി ഇതിനി എവിടെ പോയി കിടക്കും? അന്വേഷിച്ച് എല്ലായിടത്തും 3 ദിവസം അന്വേഷിച്ചു എന്നാ പറയണേ. അപ്പോഴാണ് മാതാവിന് സുബോധം വീണേ. കാരണം ഈ യേശു ജനിക്കുന്നതിന് മുമ്പേ ദൂതൻ മുഴുവൻ കാര്യങ്ങളും യേശുവിനെ കുറിച്ചുള്ളത് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവ് പറഞ്ഞു, അവൻ മിക്കവാറും ദേവാലയത്തിന്റെ അകത്തെ ഉണ്ടാകത്തുള്ളൂ. ചെല്ലുമ്പം ആശാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ജ്ഞാനികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കാണാതെ പോയ യേശുവിനെ അന്വേഷിച്ച് മാതാവ് യോസേപ്പ് പിതാവും 3 ദിവസം അന്വേഷിച്ചുവെങ്കിൽ നിങ്ങളുടെ പ്രായം ഒന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതാ. ചേച്ചിക്ക് ഒരു 50 വയസ്സില്ലേ? ഈ 50 വയസ്സായിട്ട് ഈശോയെ കാണാതെ നടന്നിട്ടുണ്ടെങ്കിൽ 150 വർഷം ഇനി തപ്പണ്ടി വരും. ഈ യേശുവിനെ ഒന്ന് കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് നമുക്കൊന്ന് സംചാരിക്കാം. നമുക്കൊന്ന് മുട്ടുകുത്തി നിന്ന് ദിവികാരുടെ ഈശോയെ നമ്മുടെ മധ്യയെ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. കണ്ണുകളെ അടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ചു എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ആരാധന 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 ആരാധന. മുട്ടുകുത്തി നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയെ നമുക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയെ നമുക്കൊന്ന് നോക്കാം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങത്തക്ക രീതിയിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഒരു അപ്പക്കഷ്ണത്തിൻ്റെ രൂപം ധരിച്ച പൊന്നുതമ്പുരാൻ, ഇത് സർവശക്തനായ ദൈവമാണ്. ഇതാ നമ്മുടെ മധ്യേ ആ കർത്താവിനെയാണ് ഈ തിരുവോസ്തിയിൽ യേശുവിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധന ആരാധന കരങ്ങൾ വീശി ആരാധന ആരാധന ഒന്ന് ചേർന്ന് ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിരങ്ങൾ തുറന്നൊന്ന് സ്തുതിക്കാമോ ശക്തിയോടെ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അതിരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. നാവിനെ വിട്ടുകൊടുത്ത് സ്തുതിക്കട്ടെ. യേശുവേ, ഈ തിരുവോസ്തിയിൽ നിന്ന് ശക്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളിലേക്ക് ശക്തി അയക്കണമേ. ഇവരുടെ വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, ആകുലതകളിലേക്ക്, ഉത്കണ്ഠയിലേക്ക് ശക്തി ഒഴുകട്ടെ. സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ കരങ്ങൾ ഹൃദയത്തോട് ചേർന്ന് പിടിച്ചു. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർന്ന് പിടിച്ച്. എൻ്റെ പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മളോട് പറഞ്ഞു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവൻ പോലും എൻ്റെ സന്നിധിയിലേക്ക് വരികയില്ല. എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയും ഇല്ല. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മെ കർത്താവ് തൻ്റെ ആലയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നിങ്ങൾ അനുഭവിച്ച വേദന അത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കണ്ണുകളെ അടച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ആ വേദനകളൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ കടന്നുപോയ വഴികളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ജീവിക്കണ്ട എന്ന് പോലും തോന്നിപ്പോയ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. ഒരു രക്ഷയുമില്ലല്ലോ ദൈവമേ എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളുണ്ടാകും. മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരായി നിൽക്കാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല. എന്നാൽ ആ ലജ്ജ എന്ന ആ ചിന്ത നിങ്ങളെ എത്രത്തോളം തളർത്തി എന്നൊന്ന് ചിന്തിച്ചു നോക്കും. മക്കളെക്കുറിച്ച്, സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച്, ബിസിനസിൻ്റെ തകർച്ച, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെയൊക്കെ അസ്വസ്ഥതകൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. അതിനിടയിൽ ഒരുപക്ഷെ ഇതിൽ പലർക്കും കൊറോണ എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ട മക്കളായിരിക്കും. മരണം മുഖത്തോട് മുഖം കണ്ട ചില മനുഷ്യർ പോലും ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പോഴൊക്കെ നീ അനുഭവിച്ച ആ വേദനയൊന്ന് ഓർത്ത് നോക്കിക്കേ. അതെല്ലാം ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ മുമ്പിലേക്കൊന്ന് കൊടുത്ത് ഇതാ കർത്താവ് അതെല്ലാം നിന്റെ മുമ്പിൽ സന്തോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ, അവിടുന്ന് ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണമേ. സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വലിയ ആനന്ദം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സ്വസ്ഥത നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. നീ ഉള്ളുരുകി പ്രാർത്ഥിക്കുക. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു.
ആരാധന 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 നിത്യാരാധന ആരാധന 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 നിത്യാരാധന. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ഈ അൾത്താരയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് സമർപ്പിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, നിങ്ങളുടെ മാതാപിതാക്കന്മാരാകാം, അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. മക്കളെക്കുറിച്ചുള്ള ഭാരം, അസ്വസ്ഥത നിങ്ങളിലുണ്ടോ? ഒരുപക്ഷെ പറഞ്ഞാൽ അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഒരുപാട് കുറുമ്പുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടാകാം. പഠിക്കുവാൻ വേണ്ടത്ര ബുദ്ധിയും കഴിവുമില്ലാത്ത കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അവരെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ആ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് ഈശോയോട് പറഞ്ഞേ, കർത്താവേ, ഈ നിമിഷം എൻ്റെ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. അവരുടെ അലസതയും മടിയും എല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെ ഒന്ന് തൊടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, നല്ല അനുസരണമുള്ള മക്കളാക്കി തീർക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്ന മക്കളാക്കി മാറ്റണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, ദൈവഭയവും ഭക്തിയുമുള്ള കുഞ്ഞുങ്ങളാക്കി അവരെ മാറ്റണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, മക്കൾ പ്രാർത്ഥിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ രാവും പകലും പണിയെടുക്കുന്ന അപ്പനും അമ്മയായിരിക്കാം നിങ്ങൾക്ക്. ഒരുപക്ഷെ അപ്പൻ്റെ മദ്യപാനം, പുകവലി, മുറുക്കുന്ന സ്വഭാവം, എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാകാം. യേശുവിനോട് പറഞ്ഞ്, കർത്താവേ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന അമ്മയാകാം, അപ്പനാകാം. കുടുംബത്തിൽ ഒരു സമാധാനവുമില്ല. ഒരുപക്ഷെ എൻ്റെ മക്കളെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അവരുടെ വീടിനെ കുറിച്ചൊക്കെ, അവരുടെ അപ്പനെക്കുറിച്ച് അമ്മയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടാകും, എൻ്റെ അപ്പനും അമ്മയും അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന്. നല്ലൊരു ആഹാരത്തിന് വേണ്ടി കൊതിച്ച നിമിഷങ്ങൾ, നല്ല വസ്ത്രത്തിന് വേണ്ടി ആഗ്രഹിച്ച നിമിഷങ്ങൾ എല്ലാം യേശുവിനോടൊന്ന് പറഞ്ഞ് കർത്താവ് ഇടപെടും. പ്രിയപ്പെട്ടവർ, ഭാരിച്ച കടഭാരത്തിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ നിമിഷം തമ്പുരാനെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് സ്വീകരിച്ച് യേശു കടന്നു വരട്ടെ. രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി, ഇരു കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുകയും കണ്ണുകളെ അടച്ച് ഇരു കരങ്ങളും ഉയർത്തി അധരങ്ങൾ തുറന്നൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, ആകുലതകളിലേക്ക്, ഉത്കണ്ഠകളിലേക്ക്, ഇവരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അവർണ്ണനീയമായ സാന്നിധ്യം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച നിരവധി വൈദികരുണ്ട്, അൽമായ പ്രേക്ഷിതരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി നമുക്കിപ്പോഴൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കൊച്ചുത്രസ്യ പുണ്യവതിയുടെ പള്ളിയിൽ ധ്യാനം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. ഞാൻ അവർക്ക് വാക്കുകൊടുത്തു പ്രാർത്ഥിക്കാമെന്ന്. വിശുദ്ധ കൊച്ചുത്രസ്യ വഴി യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, വിശുദ്ധ കൊച്ചുത്രസ്യ വഴി അവിടുന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു എന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കട്ടെ. വലിയ സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ നൽകട്ടെ.
സ്തുതി. ഹല്ലേലൂയ. സ്തോത്ര. കർത്താവേ സ്തുതിക്കുന്നു. ദൈവമേ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ദൈവമേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഇടവകയിലെ എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വജാതീയരും വിജാതീയരുമായ നിരവധിയായ മക്കളുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോട്ടെ. നാളെ ഈ ഇടവകയിലെ എല്ലാ മക്കളും ഒന്നു ചേർന്ന് ഇവിടെ ഒന്നിച്ചായിരുന്നു പ്രാർത്ഥിക്കാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വരാൻ സാധിക്കാത്ത പോയവർ നാളെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുവാൻ ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകുത്തി